ഗൈസ്, എല്ലാവരുടെയും യാത്ര പറഞ്ഞ് ഞാൻ വാതിൽ പൊട്ടി പുറത്തേക്ക് ഇറങ്ങി അതേ വേഗത്തിൽ തന്നെ വീണ്ടും വാതിൽ തോന്നി ഞാൻ ഉള്ളിലേക്ക് കയറാണ് ഗൈസ്. എന്താണ് കാരണം? താക്കോലോട് വെച്ച് മറന്നു ഗൈസ്. ഇത് എന്നും പതിവുള്ളതാണ്. അങ്ങനെ താക്കോൽ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയത് പൈപ്പ് കൂട്ടി വെള്ളം വന്നു. പിന്നെ ആ പൈപ്പിനെയും കൂടെ കൂട്ടി നെന്മാറിൽ പോയ പൈപ്പ് ഒന്ന് വാങ്ങിക്കണം. അങ്ങനെ നേരെ പോയത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് ഗൈസ്. അവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും അവിടെ നിർത്തിയതിന് ശേഷം അവിടെ നിന്ന് എല്ലാം അടുത്തുള്ള കടയിലേക്ക് കയറുകയാണ് ഗൈസ്. പക്ഷെ അവിടെ പോയപ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. അവിടെയും ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. പിന്നെ അവിടുത്തെ സ്റ്റാച്ചു ചേട്ടനിട്ട ഷർട്ടിൻ്റെ കളറൊക്കെ നോക്കി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ എവിടെ ചെന്നാലും വിശപ്പിൻ്റെ വിളി ഉള്ളതുകൊണ്ട് നേരെ വിട്ടത് ഹോട്ടലിലേക്കാണ്. മേൽ പറഞ്ഞ കടികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിലുള്ള കാശിന് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. കൂടുതൽ ചായയും. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചിക്കൻ ബിരിയാണിയുടെ ഒപ്പം ചായ കുടിക്കാറുണ്ടോ? ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഗൈസ്. ഫോട്ടോഷൂട്ടും വീഡിയോ എടുപ്പൊക്കെ എപ്പോൾ കഴിയുന്ന ആലോചിച്ചിരിക്കുന്ന കൂടിയുള്ള പഴക്കം ചെന്ന് അച്ചാർ കുപ്പി കണ്ടുകൊണ്ട് തന്നെ നമ്മളത് എടുത്തില്ല കേട്ടോ. അങ്ങനെ ചായ കുടിച്ചു കുറച്ച് ചിക്കൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ ഈ തീറ്റ കാണുമ്പോൾ എനിക്ക് പറക്കം തളിയിലെ ബാസന്തിയാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാസന്തി ഓർമ്മ വരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ 30 രൂപയുടെ നറുനീണ്ടി കൂടെ കുടിച്ചു. അങ്ങനെ ബിരിയാണിയും ചായയും നറുനീണ്ടിയൊക്കെ കുടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ.